കണ്ണൂർ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിലിനെ വെല്ലുവിളിച്ച് CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ്. അഴിമതി ആരോപണത്തിൽ ധൈര്യമുണ്ടെങ്കിൽ മേയർ കേസ് കൊടുക്കട്ടെ എന്ന് രാഗേഷ് പറഞ്ഞു. കരാർ കിട്ടിയ ആളുകൾ LDF പദ്ധതിയെ എതിർത്തപ്പോഴാണ് തന്നെ കാണാൻ വന്നതെന്നും രാഗേഷ് മാധ്യമങ്ങളോട് പറഞ്ഞു. ഒരു സംഘം എന്നെ കാണാൻ വേണ്ടി വന്നിട്ട് അവര് പറഞ്ഞത് കണ്ണൂർ കോർപ്പറേഷന്റെ 140 കോടി രൂപയുടെ ഒരു പദ്ധതി അമൃത പദ്ധതിയുടെ ഭാഗമായിട്ട് ഇവിടെ നടപ്പിലാക്കാൻ വേണ്ടി പോകുന്നുണ്ട്. ആ അമൃത പദ്ധതിയുടെ ഭാഗമായി നടപ്പിലാക്കുന്ന പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്ന സമയത്ത് കണ്ണൂർ കോർപ്പറേഷനിലെ ഇടതുപക്ഷ പ്രതിനിധികൾ സുകന്യ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ പ്രതിനിധികൾ ആ പദ്ധതിയുടെ ടെൻഡർ അംഗീകരിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഡിസന്റ് എഴുതി കൊടുത്തു. ഞങ്ങളുമായിട്ട് സഹകരിക്കണം. കണ്ണൂർ കോർപ്പറേഷനെതിരെ LDF സംഘടിപ്പിച്ച പ്രതിഷേധ പരിപാടിയിലാണ് ഗുരുതരമായ അഴിമതി ആരോപണം CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷ് ഉയർത്തിയത്. ഇതിനെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന് കണ്ണൂർ വിഷനിലൂടെ മേയർ മുസ്ലിം മഠത്തിൽ പറഞ്ഞിരുന്നു. ധൈര്യമുണ്ടെങ്കിൽ മാനനഷ്ടത്തിന് കേസ് കൊടുക്കൂ എന്ന് മേയറെ കെ രാഗേഷ് വെല്ലുവിളിച്ചു. അദ്ദേഹം ഇപ്പം എന്നോട് ഇന്നലെ വെല്ലുവിളിച്ചിരിക്കുന്നത് എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കുന്നതാണ്. ധൈര്യമുണ്ടെങ്കിൽ അദ്ദേഹം ഈ വിഷയത്തിൽ എനിക്കെതിരായിട്ട് മാനനഷ്ട കേസ് കൊടുക്കാൻ തയ്യാറാവണം. അദ്ദേഹം മാനനഷ്ട കേസ് കൊടുക്കട്ടെ. ബാക്കി കാര്യങ്ങൾ ഞാൻ പറയാം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് പറഞ്ഞത്. ആരോപണം ഉന്നയിച്ചത് ഉത്തരവാദിത്വത്തോടെയാണെന്നും എല്ലാ തെളിവുകളും പുറത്തുവിടുമെന്നും കെ രാഗേഷ് പറഞ്ഞു. അഴിമതി നടത്താൻ അല്ലെങ്കിൽ ഒരു ടെൻഡറിലും കാണാത്ത നടപടി എന്തിനു സ്വീകരിച്ചു എന്നും കെ രാഗേഷ് ചോദിച്ചു. വളരെ ഉത്തരവാദിത്തോടു കൂടിയാണ് പറഞ്ഞത്. അതിൻ്റെ എല്ലാ വിവരങ്ങളും ഞാൻ പുറത്തുവിടും. എൻ്റെ കയ്യിൽ കുറേ വിവരങ്ങളുണ്ട്. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അഴിമതി നടത്താനല്ലെങ്കിൽ എന്തിനാണ് ഒരു ബിഡ് പ്രോസസ്സിലും കാണാത്ത വിധത്തിലുള്ള നടപടികൾ സ്വീകരിച്ചത്? അഴിമതി നടത്താനല്ലെങ്കിൽ സ്വീകരിക്കേണ്ട കാര്യമുണ്ടോ? സാധാരണ പ്രീ ബിഡ് മീറ്റിംഗ് ചേരുന്നു. ആ പ്രീ ബിഡ് മീറ്റിങ്ങിൽ ഉദ്യോഗസ്ഥരല്ലേ പങ്കെടുക്കേണ്ടത്? ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളല്ലേ നോക്കേണ്ടത്? എന്തിനാ കോർപ്പറേഷൻ മേയർ ഉൾപ്പെടെയുള്ള കോർപ്പറേഷനെ പ്രതിനിധീകരിച്ച് 3 പേരെന്തിനാ യോഗത്തിൽ പങ്കെടുത്തത്? പദ്ധതികളുടെ പ്രീ ബിഡ് മീറ്റിംഗിൽ ഉദ്യോഗസ്ഥരാണ് സംബന്ധിക്കാറുള്ളത്. എന്നാൽ മേയർ ഈ മീറ്റിംഗിൽ പങ്കെടുത്തു. അതുമുതൽ ടെൻഡർ വരെ ഓരോ ഘട്ടത്തിലും ഇടപെടൽ ഉണ്ടായി. ഇപ്പോൾ ടെൻഡർ കിട്ടിയവർ തന്നെയാണ് തന്നെ കാണാൻ വന്നത്. LDF പരാതി ഉന്നയിച്ചതിന്റെ തൊട്ടടുത്ത ദിവസമാണ് ഇത് സംഭവിച്ചതെന്നും മറ്റു വിശദാംശങ്ങൾ പിന്നീട് വെളിപ്പെടുത്തുമെന്നും കെ രാഗേഷ് പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.